Your attention please. Train number 06302 Venad Special from Trivandrum to Sharnoor Junction via Kottayam will arrive shortly on platform number 2. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ എടപ്പള്ളി വന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ പയ്യെ നടന്ന് ലുലുവിലോട്ട് എത്തണം. എടപ്പള്ളിയിൽ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് ഇറക്കി ഇട്ടിട്ട് ഇവിടുന്ന് നടന്ന് ലുലുവിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നടന്ന് നമ്മൾ ലുലുവിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് കയറണം. പിന്നെ കയറിയിട്ട് സാധാരണക്കാർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചുമ്മാ കാറ്റ് കൊള്ളണം, AC കൊള്ളണം, ഏറ്റവും വില കുറവ് എന്താണോ ഉള്ളത് അത് വാങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. നമ്മളങ്ങനെ ലുലുവിനുള്ളിൽ കയറിയിരിക്കും. അങ്ങനെ കയറി പിന്നെ മെയിനായിട്ടൊരു ഇത് എന്താണെന്ന് വെച്ചാൽ ലുലുമാളിനകത്തൊക്കെ ആ പഴയ ആൾത്തിരക്കൊന്നും ഇല്ല കാര്യമായിട്ട്. മുകളിലത്തെ ഫ്ലോർ വരെ നോക്കിയാലും കുറച്ച് ആൾക്കാരുണ്ട്, പക്ഷെ ഒത്തിരി ആളൊന്നുമില്ല. നേരത്തെ എന്ന് പറഞ്ഞാൽ ലുലു എന്ന് പറഞ്ഞാൽ നിന്ന് തിരിയാൻ ഇടയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ കോവിഡിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ആൾക്കാർ വളരെ കുറവാണ്. പണ്ട് ലുലുമാളിനകത്ത് ഒരു ട്രാൻസ്ഫോമേഴ്സിൻ്റെ ബംബിൾ ബി ഉണ്ടായിരുന്നു, താഴെ ഉണ്ടോ ഇപ്പോഴും? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമത്തെ നിലയിലായതുകൊണ്ട് ഇവിടെ സ്ട്രക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ സ്ട്രക്ക് നിൽക്കുന്നുണ്ടോ? ഇവിടെ വേറെ ഒരു ഐറ്റം കൂടെ നിൽപ്പുണ്ട്. ഇതെന്നാടാ? ഇതെന്നായിരുന്നു? ഇതിൻ്റെ ഒരു മീം, ഇതിൻ്റെ മറ്റേ മീമും കൂടെ പറയട്ടെ. ഇതിൻ്റെ ഒരു മീമുണ്ട്, എല്ലാവരും ചിരിക്കണേ. എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു എല്ലാം പഠിച്ച് നിൽക്കുന്നൊരു സ്റ്റുഡൻ്റാണെന്ന് വെച്ചോ. അപ്പോൾ അവൻ കോൺഫിഡൻറ്റോടെ പറയുക ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് കയറുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവൻ അറിയാത്തൊരു ക്വസ്റ്റ്യനായിട്ട് വന്നിട്ട് അവൻ്റെ ഈ ഇതിനിടയിൽ കൂടെ അമ്പായിട്ട് കണ്ണിലോട്ട് കൊള്ളുന്നതായിട്ട്. ചിരി വന്നില്ലല്ലേ? ഞാൻ ആ മീം കിട്ടുവാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടെ ലുലുവിൽ സെക്കൻഡ് ഫ്ലോറിൻ്റെ നമ്മുടെ ഊദൽ അറബിൻ്റെ വാതിക്കൽ ഒരു ചേട്ടനോട് ഫോട്ടോ എടുത്ത് തരേണ്ട നിൽപ്പുണ്ട്.
അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ച് ഫോട്ടോ എടുത്ത് തരാമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഇതാ ലോ ഫിലി റൈസ് എന്ന് പറഞ്ഞിട്ടൊരു റൈസ്. ഇതിപ്പോൾ ഫുള്ള് ഇവിടെ ഒരു ഓറഞ്ച് കളർ കണ്ടില്ലേ, ആംബിയൻസ് ഫുള്ള് ഒരു ഓറഞ്ചാണ്, അതുകൊണ്ടാണ് റൈസിന് ഓറഞ്ച് കളറെന്ന് തോന്നുന്നു. ഇതിൻ്റെ ശരിക്കുള്ള കളർ എന്താ? ഫ്ലാഷ് അടിച്ച് ഇതെന്താ ഇത്? ഒന്നൂടെ മഞ്ഞ കളറാന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്ന് കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടി എന്തെന്ന് കാണിക്കാവേ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആക്ച്വലി ആലുവയിലുള്ള KTM ഷോറൂമിൻ്റെ മുമ്പിലാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ 2 വണ്ടികളുടെ ഒരു ചെറിയൊരു എന്താ പറയുക ഇനാഗ്രേഷൻ അല്ലെങ്കിൽ ലോഞ്ചിങ് എന്നൊക്കെ പറയാം, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നത് നമ്മുടെ വൈപ്പർ പൈലറ്റ്, ട്രിപ്പിൾ ഗ്രീൻ, ക്ലച്ച്ലെസ്, പിന്നെ ബൈക്കർ ബോയ്, അങ്ങനെയുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നെ അത്യാവശ്യം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരുപാട് RC ഉള്ളവരും അല്ലാണ്ട് ബൈക്കേഴ്സ് ആയിട്ടുള്ളവരും ബസ്സിന് വന്നവരും ഇപ്പോൾ ഞങ്ങളെപ്പോലെ ബസ്സിന് വന്നവരും ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥികൾ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ആ 2 വണ്ടികളാണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വിശിഷ്ട അതിഥികൾ ഇപ്പോൾ വന്നിട്ട് ലോഞ്ചിങ് നമുക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഏതൊക്കെ വണ്ടികളാണെന്നുള്ള കാര്യം തമ്മിൽ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേക്കും. അപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ലോഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്കിവിടെ സോളോ വ്ളോഗ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പോയിട്ട് ഞാൻ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഒന്ന് മുഖം മാറ്റി കാണിക്കൂ. എപ്പോൾ ഒന്ന് എന്നെ മനസ്സിലായി കാണത്തില്ല ചേട്ടാ, ഞാൻ ഡിയോ വ്ളോഗർ ചേട്ടൻ, ഞാൻ മെസ്സേജ് അയച്ചായിരുന്നു. ഓ എനിക്കത് കേട്ടാ മതി. ആ ഉണ്ട് വണ്ടി എന്തി. അപ്പോൾ ഗൈസ് നമ്മുടെ അൾട്ടിമേറ്റ് ഡ്യൂക്ക് റൈഡർ സോളോ മച്ചാൻ അല്ലെങ്കിൽ സോളോ വ്ളോഗ്സിൻ്റെ ഡ്യൂക്കാണ് ഇരിക്കുന്നത്. ഡ്യൂക്ക് 200 അല്ല, അഡ്വഞ്ചർ ഡ്യൂക്ക് 200. ഇതാ ഫ്ലൈ പോലത്തെ മഡ് ഗാർഡൊക്കെ വെച്ച് മൂപ്പര് ഇതും കൊണ്ട് ഓഫ് റോഡ് ഓഫ് റോഡ് എല്ലാം പോയി കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഗൈസ് നിൽക്കുന്നതാണ് നമ്മുടെ സോളോ വ്ളോഗ്സ് മച്ചാനെ അറിയത്തില്ലാത്ത ആരെങ്കിലും കാണുമല്ലോ. മച്ചാനാണ് നമ്മുടെ 2021 അൾട്ടിമേറ്റ് KTM ഡ്യൂക്ക് റൈഡർ ഓഫ് ദ വേൾഡിൽ ടോപ്പ് 10 സെലക്ട് ആയിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിലൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ വിശിഷ്ടാതിഥിയിൽ എത്തിയിട്ടുണ്ട്. ട്രിപ്പിൾ ഗ്രീനും പുറയിൽ ആരാന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാർ CBR 650F ആണെന്ന് തോന്നുന്നു കൊണ്ടുവന്നേക്കുന്നത്. ഓ നമ്മുടെ പുറയിലിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ദീപക് ചേട്ടനാണ്. ക്ലച്ച്ലെസ് ആയിട്ട് ദീപക് ചേട്ടനാണ് ഈ പുറയിലിരുന്നത്. ദാണ്ട ഈ നിൽക്കുന്ന മച്ചാൻ. പിന്നെ ദാണ്ട തൊട്ട് മുമ്പിൽ നിൽക്കുന്നത് നമ്മുടെ ബൈക്കർ ബോയ് റിച്ചു. അതിനപ്പുറത്ത് നിൽക്കുന്ന സ്വാറ്റ് കാറ്റാണെന്ന് തോന്നുന്നത്. സ്വാറ്റ് കാറ്റില്ല. അപ്പോൾ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് 4ാമത്തെ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. വൈപ്പർ പൈലറ്റ് ഒറ്റയ്ക്കേ വന്നുള്ളൂ. മഴയാണ്ട് ഒറ്റയ്ക്കായിരിക്കും വന്നത്. ഇപ്പോൾ ഗൈസ് നമ്മുടെ വൈപ്പർ പൈലറ്റ്, ട്രിപ്പിൾ ഗ്രീൻ, നമ്മുടെ ബൈക്കർ ബോയ്, പിന്നെ അതുപോലെ ദാണ്ട സോളോ മച്ചാൻ, ക്ലച്ച്ലെസ് എല്ലാവരും ഇവിടെ ഉണ്ട്. ഈ 2 വണ്ടികളാണ് ഇന്നിപ്പോൾ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല.
എന്നെ പറഞ്ഞു ആലുവയിലെ KTM ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നല്ല കിടില ഒരു കേക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒഫീഷ്യലി നമ്മുടെ 2022 RC200ൻ്റെ എന്താ പറയുക ലോഞ്ചിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ എറണാകുളം വ്ളോഗ് ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ട് വന്നവരെല്ലാവരും തിരിച്ചു പോകാനുള്ളൊരു പ്ലാനിലാണ്. ഓക്കെ, അപ്പോൾ വണ്ടി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. എൻ്റെ റിച്ച് ബോയ് വണ്ടി കയറിയിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നിരിക്കുന്നവരെ എല്ലാവർക്കും